സ്മൃതി അനിസ്പ്രയുടെ പണ്ടത്തെ പരസ്യമായിരുന്നു. പൊടിയിട്ട് നോക്കിയാൽ എന്നാൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ്. മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും പക്ഷക്കാരെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഏകപക്ഷീയമായ ഒരു പട്ടികയെന്നാണ് ഒരു പക്ഷത്തിൻ്റെ ആരോപണം. വിഭാഗീയമായ പട്ടികയാണോ? വിഭാഗീയ പട്ടികയെന്ന് വെച്ചാൽ വിഭാഗീയ തുടരുന്നു എന്നുള്ളതാണ്. കാരണം വിഭാഗീയത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ നിയോഗിക്കുന്നത് തന്നെ. കാരണം ഇവിടെ മുരളീധര പക്ഷം, അപ്പുറത്ത് കൃഷ്ണദാസ് പക്ഷം, രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള പോര് അങ്ങേയറ്റമായിട്ട് ദേശീയ നേതൃത്വം ഇടപെട്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരാളെ ഇവിടേക്ക് ഇറക്കുകയാണ്. നമുക്കറിയാം, അതിനു മുമ്പ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായതിലും ദേശീയ നേതൃത്വം നേരിട്ട് തീരുമാനിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. അതിലേക്കൊക്കെ എത്തുന്നത് ഇവിടുത്തെ നേതൃത്വത്തോടുള്ള അതൃപ്തിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ യഥാർത്ഥത്തിൽ ആരോടൊക്കെ ഒപ്പം എന്നുള്ള കാര്യം മനസ്സിലാക്കാനെടുത്ത സമയമാണ് ഇത്രയും നാൾ കണ്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ജില്ലകൾ തോറും സഞ്ചരിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ ജില്ലകൾ തോറും സഞ്ചരിച്ച് അദ്ദേഹം നീങ്ങുന്നതിനിടയിൽ കൃഷ്ണദാസ് പക്ഷം അദ്ദേഹത്തോട് അടുക്കുകയും അവർ ഒന്നിച്ച് ലയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷം ഇവിടെയുണ്ട് ഇപ്പോഴും, മറ്റേ പക്ഷം പൂർണ്ണമായും വെട്ടിനിരത്തപ്പെട്ടു. അപ്പോൾ ഒരു വിഭാഗീയത തുടരുകയാണ്. ആ വിഭാഗീയത തുടരുമ്പോൾ മറ്റേ പക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇതിൽ ഒരു കൗതുകരമായ കാര്യം, ഇതിൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞു എന്നുള്ളതാണ്. നാരീശക്തി, അത് ദേശീയ നേതൃത്വത്തിൽ തന്നെ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സുരേന്ദ്രൻ വന്നപ്പോൾ കുറേ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിരുന്നു. പ്രധാനപ്പെട്ട നമുക്ക് ചർച്ചകളിൽ തന്നെ സിന്ധുമോളെ പോലുള്ള ആളുകളൊക്കെ വന്നിരുന്നു, മുതിർന്ന സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ അങ്ങ് വെട്ടി നിരത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായി വന്നതിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ്. 30-ൽ 4 എന്ന രൂപത്തിലേക്കാണ് അത് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി അപ്പുറത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കാണണമല്ലോ. അപ്പോൾ സുരേന്ദ്രൻ പക്ഷത്തു നിന്നും വരുന്ന പ്രതികരണങ്ങൾ അതും പ്രധാനമാണ്. അത്തരം ചില പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ 3 മാസത്തോളമായി BJP ഓഫീസിൽ നിന്നും സർക്കുലറുകളെ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും എന്ന രൂപത്തിലാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നോക്കൂ, PR ശിവശങ്കർ കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ശിവശങ്കർ പാനലിൽ നിന്നും സ്വയം പുറത്തായി പോവുകയാണ്. അദ്ദേഹം ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറുമായി നല്ല ബന്ധത്തിലായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചൊരു പോസ്റ്റ് അദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് പിണങ്ങി പോയിരിക്കുന്നു. ആ പിണക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ഇതിലുള്ളൊരു എതിർപ്പിൻ്റെ തെളിവായി ഇപ്പോൾ പുറത്തേക്ക് വന്ന ഒരു കാര്യമാണ്. അതല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങളായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ പാർട്ടി ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് പാർട്ടിയായി മാറിയെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കോർപ്പറേറ്റ് വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം പാർട്ടി അധ്യക്ഷനാകുമ്പോൾ പാർട്ടി തന്നെ അങ്ങനെ കോർപ്പറേറ്റ് പാർട്ടി ആവുകയാണെന്നാണ്. അപ്പോൾ മാസം ചെലവടക്കം അവർ പരിശോധിക്കുമ്പോൾ 30 ലക്ഷമായിരുന്നു നേരത്തെ ചിലവെങ്കിൽ അത് 1.5 കോടിയായിരിക്കും എന്ന് പറയുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ എത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും സംസ്ഥാന അധ്യക്ഷനായാലും ഇവിടെ വന്നാലും 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് താമസം. അപ്പോൾ ആ രൂപത്തിൽ ഒരു എലീറ്റ് സ്റ്റൈലിലേക്ക് പാർട്ടി മാറുകയാണ് എന്ന പാർട്ടിയിലെ ഒരു വിഭാഗം സംശയിക്കുകയാണ്. അത് അവരുടെ ഒരു പരാതിയായിട്ട് തന്നെ വരികയാണ്. പിന്നെ വളരെ മിടുക്കരായി ചർച്ചകളിൽ പങ്കെടുത്തുന്ന പാർട്ടിയുടെ വാദങ്ങൾ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട യുവാക്കളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് യുവരാജ് ഗോകുൽ, ഉല്ലാസ് ബാബു, ശങ്കുട്ടി ദാസ്, ചെറുപ്പക്കാരനല്ലെങ്കിലും ശ്രീ പത്മനാഭൻ, PR ശിവശങ്കർ, ഇവരൊക്കെ തന്നെയും ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കാണാവുന്ന ഒരു കാഴ്ച എന്നുള്ളത്, എല്ലാ കാലത്തും കെ സുരേന്ദ്രൻ മാറ്റി നിർത്തിയിരുന്ന MT രമേശ്, അദ്ദേഹം പ്രധാന സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളതാണ്. MT രമേശിൻ്റെ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും ചർച്ചകളിലായാലും വളരെ മിതമായി സംസാരിക്കുന്ന, അല്ലെങ്കിൽ മിതമായ ഭാഷയിൽ സംസാരിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവാണ്. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തന്നെ നിലനിർത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. നേരത്തെ ആ പോരിൽ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോര് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ എന്താണോ സുരേന്ദ്രൻ പക്ഷവുമായി പോരിൽ ശക്തമായി നിന്നിരുന്നവർ, അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതേസമയം വി മുരളീധര പക്ഷത്തെ പൂർണ്ണമായും വെട്ടിനിരത്തിയിരിക്കുന്നു. കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗം, ആ കോർ കമ്മിറ്റി യോഗത്തിൽ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ, അദ്ദേഹത്തിൻ്റെ രീതികൾക്കെതിരെ വിമർശനം വി മുരളീധര പക്ഷം ഉന്നയിച്ചിരുന്നു എന്നാണ് കേട്ടത്. അത് തൊട്ട് പിന്നാലെ അദ്ദേഹം ഡൽഹിയിലേക്ക് പോവുകയും തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലൊരു പരാതി അവിടെ ഉന്നയിക്കുകയും ചെയ്തു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നൽകുന്നു തീരുമാനങ്ങൾ എടുക്കാൻ എന്ന രൂപത്തിലേക്ക് വരിക. അങ്ങനെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ പരിചയം എത്രത്തോളമുണ്ട്, പ്രതികരണങ്ങൾ എന്നാണ്. നമുക്കിനി രാഷ്ട്രീയമായി അദ്ദേഹം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ, അങ്ങനെ ആദ്യം കയറി പറയേണ്ട കാര്യമില്ല. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞതൊരു ചെലവേറിയ കാര്യമാണ്, ഒരു ആവശ്യമില്ലാത്ത ചെലവാണെന്ന് പറഞ്ഞു. പിന്നീട് ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടി വന്നു. ഭാഗ്യത്തിന് BJP വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവിടെ അഭിമാനം രക്ഷിക്കാനായിട്ടുണ്ട്.
പക്ഷേ ആ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള കാര്യത്തിൽ അനൂപ് ആന്റണി ആയാലും ഇപ്പോൾ ഷോൺ ആയാലും, ഷോൺ ഇപ്പോൾ ജനറൽ സെക്രട്ടറി അല്ലേ, ജനറൽ സെക്രട്ടറി അല്ല വൈസ് പ്രസിഡന്റാണ്. പക്ഷേ വേണ്ടി വന്നാൽ ആ തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലേക്ക് ഷോൺ ജോർജിനെ ഉയർത്തുമെന്നുള്ള സൂചനകളുമുണ്ട്. വൈസ് പ്രസിഡന്റ് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, 10 പേരിൽ ഒരാളാണ് ഇപ്പോൾ അല്ലേ ഷോൺ ജോർജ്, പ്രതീക്ഷ ജനറൽ സെക്രട്ടറിയാണ്. ആദ്യം കയറി പ്രതീക്ഷിക്കാൻ അതിനാവുന്നേ ഉള്ളൂ ഷോൺ ജോർജിന്. പക്ഷേ വേണ്ടത്ര അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. എവിടേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയാലും കൂടെ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ഉയർത്തും എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം. പിന്നെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന പല നേതാക്കൾക്കെതിരെയും അഴിമതി ആരോപണങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ്. രഞ്ജിത്ത് എന്ന നേതാവിൻ്റെ കാര്യത്തിൽ, സജീവൻ എന്ന നേതാവിൻ്റെ കാര്യത്തിൽ, അതേപോലെ കെ അനീഷ് കുമാറിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും തഴഞ്ഞത് എന്തുകൊണ്ട്? കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വലിയ രീതിയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീ പ്രാതിനിധ്യം ഇങ്ങനെ ഒഴിവാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ ഗ്രൂപ്പുകളിൽ സജീവമായിരുന്ന വനിതകളൊന്നുമല്ല, ചർച്ചകളിലൊക്കെ വളരെ സജീവമായിരുന്ന മുതിർന്ന നേതാക്കളാണ്, അവരെയൊക്കെ അങ്ങ് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു കൃത്യമായ വിസ്തീർണം ലഭിക്കുന്നില്ല. പലരും അത്ര ഏബിളായിട്ടുള്ള ആൾക്കാരല്ല, രാഷ്ട്രീയ പരിചയമില്ലാത്തവരാണ് എന്ന് വിമർശനം വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, അറിയാത്ത ആളുകളാണ്. ഇപ്പം ഇനി ഓരോരുത്തരെയും ഇനി അറിയുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് കൊണ്ടുവരാൻ. ഇനി ഒരു പുതിയൊരു ടീം വരുമ്പോൾ പുതിയൊരു പ്രവർത്തന രീതിയാണോ വരാൻ പോകുന്നത് എന്നുകൂടി കൗതുകത്തോടെ നോക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അവരെന്താണ് അവരുടെ മുന്നിൽ കണ്ടിരിക്കുന്നത്, എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനം, അപ്പോൾ കെ സുരേന്ദ്രനും വി മുരളീധരനും എന്തായിരിക്കും ചെയ്യുക എന്നതും ഉറ്റുനോക്കപ്പെടേണ്ട കാര്യമാണ്. Meet the editors.